Hi students, CE 208 GTE1 Geotechnical Engineering 1 S4 സ്റ്റുഡൻസിന് വേണ്ടി കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പ്രീവിയസ് ഇയർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന വീഡിയോ സീരീസിൻ്റെ നാലാമത്തെ വീഡിയോ ആണിത്. ഇത് മൊഡ്യൂൾ 1ൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഡിസംബർ 2019 വരെയുള്ള ക്വസ്റ്റ്യനാണ് ഈ വീഡിയോ സീരീസിലൂടെ ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A soil sample is compacted to a bulk unit weight of 18 kN per meter cube at 10% water content. Find the void ratio and degree of saturation of the soil. Also find the weight of water to be added to 100 meter cube of this soil for complete saturation. Assume specific gravity is equal to 2.75. ഇത് മെയ് 2019 ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിരിക്കുന്നത് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ് 18 kN per meter ക്യൂബും അതേപോലെ തന്നെ വാട്ടർ കണ്ടൻറ്റ് 10% തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വോയിഡ് റേഷ്യോയും ഡിഗ്രി ഓഫ് സാച്ചുറേഷനും കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാർട്ടാണ്. അതായത് സാധാരണഗതിയിൽ ബൾക്ക് യൂണിറ്റ് വെയിറ്റും വാട്ടർ കണ്ടൻറ്റും നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കറിയാമല്ലോ ബൾക്ക് യൂണിറ്റ് വെയിറ്റ് അത് നമ്മൾ എഴുതുന്ന ഗാമയാണ്. അപ്പം ഗാമ ഡി ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ ബൈ 1+W. അതിൽ നിന്ന് നമുക്ക് ഗാമ ഡിയുടെ വാല്യൂ കിട്ടും. ഇപ്പോൾ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ W ഇൻറ്റു G ബൈ 1+E. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ SE ഈസ് ഈക്വൽ ടു WG എന്ന് പറഞ്ഞ ഇക്വേഷനിലൂടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ ടു ബി ആഡഡ് ടു 100 meter cube ഓഫ് ദിസ് സോയിൽ ഫോർ കംപ്ലീറ്റ് സാച്ചുറേഷൻ ആണ്. എത്ര വെയിറ്റ് ഓഫ് വാട്ടർ ആഡ് ചെയ്യണം? ഇപ്പോൾ നമ്മളോട് പറയുകയാണ് ക്വസ്റ്റ്യനിൽ, സപ്പോസ് ദ സോയിൽ ഇസ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ്. കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 100 ആണെങ്കിൽ ഇപ്പോൾ 1000 meter cube ആണ് വെയിറ്റ് ഓഫ് സോയിൽ. 1000 meter cube ആണ് സോയിലിൻ്റെ വോളിയം എങ്കിൽ എത്ര വെയിറ്റ് ഓഫ് വാട്ടർ എന്തുവേണ്ടി ആഡ് ചെയ്യണം സോയിലിലേക്ക്? അതായത് ഈ 100 meter cube വോളിയം ഉള്ള സോയിലിലേക്ക് എത്ര വെയിറ്റ് ഓഫ് വാട്ടർ ആഡ് ചെയ്യണം ടു മേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ആണ് 18 kN per meter cube തന്നിട്ടുണ്ട്. വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് 10% ഇസിക്കൽ ടു 0.1. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് G ഇസിക്കൽ ടു 2.75. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാം. ഗാമ ഡി ഇസിക്കൽ ടു ഗാമ വെറ്റ് അല്ലെങ്കിൽ വെറും ഗാമ ഡിവൈഡ് ബൈ 1+W. ഗാമ വെറ്റ് എത്രയാണ്? 18 ഡിവൈഡ് ബൈ 1+W എന്ന് പറഞ്ഞാൽ 0.1. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 16.36 kN per meter cube ഡ്രൈ യൂണിറ്റ് വെയിറ്റ് നമുക്ക് കിട്ടും. ഇനി ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാം, E കണ്ടുപിടിക്കാം, അതേപോലെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം ഗാമ ഡി ഇസിക്കൽ ടു ഗാമ W ഇൻറ്റു G ബൈ 1+E ആണ്. ഇവിടെ ഗാമ W എന്ന് പറയുന്നത് ഇവിടെ എല്ലാം നമ്മൾ എന്താണ് ഗാമ എല്ലാം kN per meter cube യൂസ് ചെയ്തത് കൊണ്ട് ഗാമ W വെയിറ്റ് ഓഫ് വാട്ടർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 9.81 kN per meter cube ആണ്. അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വോയിഡ് റേഷ്യോ E കണ്ടുപിടിക്കണം. അത് മാത്രമുള്ള അൺനോൺ ആയിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത്. അതായത് റോ WG ഡിവൈഡ് ബൈ റോ D ഈസ് ഈക്വൽ ടു 1+E. പിന്നെ E മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് -1 ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. അപ്പോൾ റോ W എന്ന് പറഞ്ഞാൽ 9.81 ഇൻറ്റു 2.75 G ഡിവൈഡഡ് ബൈ റോ D ഗാമ D എത്രയാണ്? 16.36 -1 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വോയിഡ് റേഷ്യോ എത്ര വാല്യൂ കിട്ടിയത്? 0.649 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഇനി നമുക്ക് SE ഇസിക്കൽ ടു WG എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കിട്ടും. SE ഇസിക്കൽ ടു WG. അപ്പോൾ W അറിയാം എത്രയാണ്? 10%, അതായത് 0.1 നമ്മൾ ചെയ്തു. G എത്രയാണ്? 2.75 ഡിവൈഡഡ് ബൈ E ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് 0.649. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.4237 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അത് പെർസെൻറ്റേജ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 42.37%. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഫോർ കംപ്ലീറ്റ് സാച്ചുറേഷൻ ദാറ്റ് ഈസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇസിക്കൽ ടു 100% ആൻഡ് വോളിയം തന്നിട്ടുണ്ട്. വോളിയം ഓഫ് ദ സോയിൽ 1000 meter cube ആണെങ്കിൽ എത്ര വെയിറ്റ് ഓഫ് വാട്ടർ ഷുഡ് ബി ആഡ് ടു മേക്ക് ഇറ്റ് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ്?
അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വാട്ടർ കണ്ടന്റ് അറിയത്തില്ല, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അറിയത്തില്ല. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ മാത്രമായിരിക്കും 100 ആവുന്നത്, വാട്ടർ കണ്ടന്റ് അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ S=100%. അതിന് നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഉണ്ട് SE=WG. വാട്ടർ കണ്ടന്റ് SE/G. നമ്മുടെ E എന്ന് പറയുന്ന വോയിഡ് റേഷ്യോ ആണ്. വോയിഡ് റേഷ്യോയ്ക്ക് ഇവിടെ ചേഞ്ച് ഉണ്ടാവുന്നില്ല. അപ്പം വോയിഡ് റേഷ്യോ കാരണം എന്താണ്, അവിടെ നേരത്തെ എയർ ആയിരുന്നെങ്കിൽ അതിന് പകരം ഇപ്പോൾ എന്താണ് വാട്ടർ ഫില്ല് ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഡെൻസിഫിക്കേഷൻ നടന്നു എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. Therefore, W=SE/G. S എന്ന് പറയുന്ന ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 100% ആണ്. അത് ഡെസിമലിൽ വേണം എഴുതുമ്പോൾ 1 ആണ്. ഇൻറ്റു E എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യന് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ വാല്യൂ കിട്ടി 0.649 ഡിവൈഡഡ് ബൈ G എന്ന് പറഞ്ഞാൽ 2.75. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാട്ടർ കണ്ടന്റ് കിട്ടി എത്രയാണ് 0.236 which is equal to 23.6%. ഇനി വാട്ടർ കണ്ടന്റ് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ മാസ് ഓഫ് വാട്ടർ ടു ബി ആഡഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വാട്ടർ കണ്ടന്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോയിൽ സോളിഡ്സ്, അല്ലെങ്കിൽ സോളിഡ്സ് ആണ്, അല്ലെങ്കിൽ സോയിലാണ്. ഓക്കെ, മാസ് ഓഫ് ഡ്രൈ സോയിലാണ്. അപ്പോൾ MW ഡിവൈഡ് ബൈ MS. നമ്മളുടെ യൂഷ്വൽ ഡെറിവേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാസ് ഓഫ് സോയിലിന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഇക്വേഷനാണ് VS×G×ρW. ഓക്കെ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റഡ് മാസ് ഓഫ് വാട്ടർ കിട്ടും. ഇനി ഇതെങ്ങനെ മാസ് ഓഫ് സോയിലിനെ VS×G×ρW എന്ന് എഴുതിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് സോയിൽ ഇസ് ഈക്വൽ ടു, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സോയിൽ ബൈ വോളിയം ഓഫ് സോയിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് സോയിൽ ഇസ് ഈക്വൽ ടു എന്താണ്, ρS×VS എഴുതാമല്ലോ. നമ്മൾ ഈ മാസ് ഓഫ് സോയിലിനെ എങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്ത് VS×G×ρW ചെയ്തു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ മാസ് ഓഫ് സോയിൽ കിട്ടത്തക്ക രീതി ഡെൻസിറ്റി ഓഫ് സോയിൽ ഇസ് ഈക്വൽ ടു മാസ് MS ഡിവൈഡഡ് ബൈ VS. അപ്പോൾ മാസ് ഓഫ് സോയിൽ ഇസ് ഈക്വൽ ടു ρS×VS. അതൊക്കെയാണല്ലോ. ഇനി നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സോയിൽ. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡെൻസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ρS ഡിവൈഡഡ് ബൈ ρW ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ρS ഇസ് ഈക്വൽ ടു എന്താണ്, G×ρW എഴുതാമല്ലോ. ρS ഇസ് ഈക്വൽ ടു G×ρW അല്ലേ. അപ്പോൾ നമ്മളിവിടെ ρS നേരത്തെ കിട്ടിയല്ലോ, MS ഇസ് ഈക്വൽ ടു VS×ρS എന്ന് കിട്ടി. ഇനി ഈ ρSന് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, G×ρW. അപ്പോൾ MSന് നമ്മൾ കംപ്ലീറ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുകയാണ് VS×G×ρW. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടിയത്. ഇനി വോളിയം ഓഫ് സോയിൽ നമുക്കറിയാം തന്നിട്ടുണ്ട് 100 m³. അപ്പോൾ നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് മാസ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു എന്താണ്, മാസ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു വാട്ടർ കണ്ടന്റ് ഇൻറ്റു VS×G×ρW. വാട്ടർ കണ്ടന്റ് അറിയാം നമുക്ക് 0.236, VS അറിയാം 100 m³, G എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി 2.75 ആൻഡ് ρW എന്ന് പറഞ്ഞാൽ 9.81 kN/m³. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മാസ് ഓഫ് വാട്ടർ കിട്ടും എത്രയാണ്, 636.669 kN. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The wet weight of soil specimen having size 40 mm diameter and 80 mm height is 1.6 Newton. Its weight after 24 hours of oven drying is 1.4 Newton. Determine the water content, dry unit weight, bulk unit weight, void ratio and degree of saturation. The specific gravity of the soil can be taken as 2.7. ഇത് ഡിസംബർ 2019 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലൊരു സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയുള്ള വീഡിയോസിൽ സോൾവ് ചെയ്തതാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ 40 mm ഡയമീറ്റർ 80 mm ഹൈറ്റ് എന്നും പറയുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വോളിയം ഓഫ് ദ സ്പെസിമെൻ കാണിക്കാൻ വേണ്ടിയാണ്. യൂഷ്വലി നമ്മൾ സോയിലിൻ്റെ സാമ്പിൾ അല്ലെങ്കിൽ സ്പെസിമെൻ എടുക്കുമ്പോൾ സിലിണ്ടറിക്കൽ സ്പെസിമെനാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്, അതായത് വെറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഡ്രൈ വെയിറ്റും തന്നിട്ടുണ്ട്. ഇപ്പോൾ വെയിറ്റുകൾ തന്നിട്ടുണ്ട്, വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം തരുമ്പോഴത്തേക്കാണ് നമുക്ക് എന്താണ് യൂണിറ്റ് വെയിറ്റുകൾ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ വെറ്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് വെറ്റ് യൂണിറ്റ് വെയിറ്റ് കിട്ടും. അതേപോലെ തന്നെ ഡ്രൈ വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം ചെയ്യുമ്പോൾ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്താണ് ഗാമ ഡി അറിയാമെങ്കിൽ ഗാമ ബൈ 1+W ചെയ്യുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് അല്ലാതെ നമുക്ക് കിട്ടി, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് നമുക്ക് കിട്ടി. പിന്നെ വോയിഡ് റേഷ്യോ അതേപോലെ തന്നെ ഗാമ ഡിയുടെ ഇക്വേഷനിൽ ഗാമ W × G/1+E ചെയ്യുമ്പം E കിട്ടും. അതേപോലെ തന്നെ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് അറിയാം, എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, അതേപോലെ വോയിഡ് റേഷ്യോ അറിയാം,
അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ SE = WGയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ഗിവൺ വാല്യൂസ് ആണ് വെറ്റ് വെയിറ്റ് W 1.6 ന്യൂട്ടൺ, വോളിയം നമുക്ക് കണ്ടുപിടിക്കാം സിലിണ്ടറിക്കൽ സ്പെസിമെൻ ആയതുകൊണ്ട് π/4 d² × h π/4 × d². നമുക്ക് ഒന്നുകിൽ ഇതിനെ മീറ്റർ ക്യൂബിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത് ഞാൻ ജസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് കാണിച്ചേക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കിതിനെ മില്ലിമീറ്റർ ക്യൂബിൽ തന്നെ ഇടാം. മില്ലിമീറ്ററിലാണ് നമുക്ക് യൂണിറ്റ് തന്നിരിക്കുന്നത്. ലാസ്റ്റ് അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലും എഴുതാം. അപ്പോൾ ഡയമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഹൈറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വാല്യൂസ് വോളിയത്തിൽ നമുക്ക് വാല്യൂ കിട്ടും. അതായത് വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ മില്ലിമീറ്റർ ക്യൂബിൽ കിട്ടും, അല്ലെങ്കിൽ മീറ്റർ ക്യൂബിൽ കിട്ടും. ഇനി അതിനുശേഷം നമുക്ക് ഡ്രൈ വെയിറ്റ് തന്നിട്ടുണ്ട് WD = 1.4 ന്യൂട്ടൺ. അപ്പോൾ അങ്ങനെയാണ് ഡയറക്റ്റ് നമുക്ക് ബൾക്ക് യൂണിറ്റ് വെയിറ്റും ഡ്രൈ യൂണിറ്റ് വെയിറ്റും കണ്ടുപിടിക്കാം. എന്താണ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ബൈ വോളിയം ആണ് അല്ലേ. വെറ്റ് വെയിറ്റ് ബൈ വോളിയം. വെറ്റ് വെയിറ്റ് എത്രയാണ്? 1.6 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ വോളിയം. ഇത് ഞാൻ മീറ്റർ ക്യൂബിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1.005 × 10⁻⁴ ആണ്. നമ്മൾ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അത് നമ്മളൊന്ന് റൗണ്ട് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ 15.92 kN per meter cube എന്ന് പറഞ്ഞ് കിട്ടും. ഇനി അതേപോലെ തന്നെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് നമുക്ക് എഴുതാം. എന്താണ്? WD / V. WD എന്ന് പറയുന്നത് വെറ്റ് അല്ല, ഡ്രൈ വെയിറ്റ് ആണ്. അപ്പോൾ 1.4 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ വോളിയം നമ്മൾ എഴുതുകയാണ്. ഇത് മീറ്റർ ക്യൂബിലാണ്. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 13.93 kN per meter cube എന്ന് ചെയ്യും. ഓക്കെ, ഇനി അതിനുശേഷം നമുക്ക് എന്താണ് വാട്ടർ കണ്ടന്റ് ആണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അത് നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. γD = γ/1 + W. അങ്ങനെയും ചെയ്യാം, അല്ലാതെ വേറൊരു രീതിയിലൂടെ ചെയ്യാം. അത് രണ്ടും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ γD = γDയുടെ വാല്യൂ എത്രയാണ് നമുക്ക് കണ്ടുപിടിച്ചു? 13.93. 13.93 = ഗാമ നമുക്കറിയാം 15.92. നമ്മൾ അതും കണ്ടുപിടിച്ചതാണ്. is divided by 1 + W. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 1 + W = 15.92 divided by 13.93 which is equal to നമുക്ക് Wയുടെ വാല്യൂ 14.3% എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പം വാട്ടർ കണ്ടന്റ് നമുക്ക് ഈ രീതിയിലും കണ്ടുപിടിക്കാം. അല്ലാതെ അടുത്ത രീതിയിൽ വാട്ടർ കണ്ടന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് വാട്ടർ കണ്ടന്റ് = വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ. വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് വെറ്റ് സോയിൽ അല്ലെ. വെറ്റ് വെയിറ്റ് മൈനസ് ഡ്രൈ വെയിറ്റ് 1.6 - 1.4 ഡിവൈഡ് ബൈ ഡ്രൈ വെയിറ്റ്. ഡ്രൈ വെയിറ്റ് ഓഫ് സോയിൽ ആണ് 1.4. നമുക്ക് വാല്യൂ എത്രയാണ്? 0.143 എന്ന് പറഞ്ഞ് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 14.3%. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വോയിഡ് റേഷ്യോ ആണ്. അപ്പോൾ വോയിഡ് റേഷ്യോൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? γD = γW × G/1 + C. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഈയുടെ വാല്യൂ നമുക്ക് കിട്ടും. എത്രയാണ്? 0.9014. അത് നമുക്ക് കിട്ടും. അതായത് 9.81 നമുക്കറിയാം. γD kN/m3 2.7 സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. γDയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 13.93. അപ്പം 0.9014. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ്. അപ്പോൾ നമ്മുടെ യൂഷ്വൽ ഇക്വേഷൻ SE = WG. അതിൽ S = W നമുക്കറിയാം. എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 0.143. സ്പെസിഫിക് ഗ്രാവിറ്റി G നമുക്ക് തന്നിട്ടുണ്ട് 2.7 ആൻഡ് വോയിഡ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു 0.9014. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും 42.8% ആസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. An embankment having total volume of 2500 meter cube is to be constructed having bulk density of 1.98 gram per centimeter cube and placement water content of 18%. The soil is to be obtained from either borough area A or borough area B, which has void ratio of 0.78 and 0.69 respectively. The water content of these areas 16% and 12% respectively. If the cost of excavation is ₹36 per meter cube from each area, the cost of transportation is ₹33 and ₹37 per meter cube from borough area A and borough area B respectively. Which area is more economical? Take specific gravity of soil as 2.66. അപ്പോൾ ഇതേപോലെ സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് നമുക്ക് എന്താണ് ഇത്രയും വാല്യൂസ് തന്നിട്ടില്ല. ആകെ ടോട്ടൽ വോളിയം ഓഫ് ദി എംബാക്ക്മെൻറ്റ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 1000 meter cube സംതിങ് ആണ്. അത് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിൻ്റെയും വോയിഡ് റേഷ്യോസ് മാത്രമാണ് തന്നിരുന്നത്. വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് എംബാക്ക്മെൻറ്റിൻ്റെ വോളിയം തന്നിട്ടുണ്ട്, അതിൻ്റെ ബൾക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബോറോ ഏരിയ എയുടെയും ബിയുടെയും എന്താണ് നമുക്ക് വോയിഡ് റേഷ്യോ തന്നിട്ടുണ്ട്, അതിൻ്റെ എന്താണ് വാട്ടർ കണ്ടൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ ഓഫ് ഈ എയുടെയും ബിയുടെയും തന്നിട്ടുണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും തന്നിട്ടുണ്ട്. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് രണ്ട് ടൈപ്പ് ഓഫ് സോയിൽ അല്ലെങ്കിൽ എല്ലാ സോയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ് 2.66 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ബോറോ ഏരിയ എ ആണോ ബോറോ ഏരിയ ബി ആണോ മോർ എക്കണോമിക്കൽ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഡിസംബർ 2019 ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ബൾക്ക് ഡെൻസിറ്റി ഓഫ് എംപാക്ക്മെൻറ്റ് സോയിലാണ് 1.98 gram/cm³. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിലല്ലാതെ വോളിയം തന്നിരിക്കുന്ന മീറ്റർ ക്യൂബിൽ ആയതുകൊണ്ട് ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നൊന്നും ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇത് ഇപ്പോൾ കൺവേർട്ട് ചെയ്യണമെന്നില്ല. അപ്പം 1.98 ആണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഗ്രാമിനെ കിലോഗ്രാം ആക്കുമ്പോൾ ഇൻറ്റു 10⁻³ കിലോഗ്രാം ചെയ്തു. അതേപോലെ സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബ് ആക്കി ഇൻറ്റു 10⁻⁻6 ചെയ്തു. അപ്പോൾ ഇൻ എഫക്റ്റ് വരുമ്പോഴത്തേക്ക് എന്താണ് ഇൻറ്റു 10⁻³ നമ്മൾ ചെയ്താൽ മതി. കാരണം 10⁻⁻6 മുകളിലേക്ക് വരുമ്പോൾ 10⁻³ kg/m³ ആവും. അപ്പം നമ്മൾ gram/cm³ kg/m³ ആക്കാൻ വേണ്ടി ഇൻറ്റു 10⁻³ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുവാണ്. അപ്പോൾ ഇനി എന്താണ് വോളിയം തന്നിട്ടുണ്ട്. വോളിയം ഓഫ് ദി എംപാക്ക്മെൻറ്റ് അതാണ് സഫിക്സ് ഇട്ടിരിക്കുന്നത്. വോളിയം ഓഫ് ദി എംപാക്ക്മെൻറ്റ് ഇസ് ഈക്വൽ ടു 2500 m³. വാട്ടർ കണ്ടൻറ്റ് പ്ലേസ്മെൻറ്റ് വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്. വാട്ടർ കണ്ടൻറ്റ് ഇസ് ഈക്വൽ ടു 18%, വിച്ച് ഇസ് ഈക്വൽ ടു 0.18. അങ്ങനെയാണെങ്കിൽ ഡ്രൈ ഡെൻസിറ്റി ഓഫ് ദി എംപാക്ക്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് സിമിലർ പ്രൊസീജിയറാണ്. ഇതെങ്ങനെയാണോ നേരത്തെ ആ പ്രോബ്ലം ചെയ്ത് അതേപോലെ തന്നെയാണ്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ റോ ഇൻറ്റു ഡി, റോ ഡി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഡ്രൈ ഡെൻസിറ്റി ഓഫ് എംപാക്ക്മെൻറ്റ് ആണ്. ഒരു സിക്കിൾ റോ ബൈ 1+w. റോ തന്നിട്ടുണ്ടെത്താണ് 1.98 gram/cm³. 1.98 ഡിവൈഡഡ് ബൈ വാട്ടർ കണ്ടൻറ്റ് 1 + 0.18 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.68 gram/cm³ ഡ്രൈ ഡെൻസിറ്റി ഓഫ് എംപാക്ക്മെൻറ്റ് ആയിട്ട് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ഡ്രൈ സോയിൽ റിക്വയർഡ് ഫോർ. ഇനി അടുത്ത് നമുക്ക് വെയിറ്റ് ഓഫ് ദ ഡ്രൈ സോയിൽ റിക്വയർഡ് ഫോർ 2500 m³ വോളിയം ഓഫ് എംപാക്ക്മെൻറ്റ്. എത്രയാണ് വെയിറ്റ് ഓഫ് ദ ഡ്രൈ സോയിൽ വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഡെൻസിറ്റി ഇസിക്കൽ മാസ് ബൈ വോളിയം, അല്ലെ ഡെൻസിറ്റി ഇസിക്കൽ വെയിറ്റ് ബൈ വോളിയം, അല്ലെ യൂണിറ്റ് വെയിറ്റ് ഇസിക്കൽ ടു അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ അറിയാവുന്നുണ്ട്. വെയിറ്റ് ഇസിക്കൽ ടു ഡ്രൈ ഡെൻസിറ്റി റോ ഡി ഇൻറ്റു വോളിയം. അപ്പോൾ റോ ഡി എന്ന് പറഞ്ഞാൽ ഡ്രൈ ഡെൻസിറ്റി ഓഫ് ദി എംപാക്ക്മെൻറ്റ് ഇൻറ്റു വോളിയം ഓഫ് ദി എംപാക്ക്മെൻറ്റ്. ഡ്രൈ ഡെൻസിറ്റി ഓഫ് എംപാക്ക്മെൻറ്റ് എത്രയാണ് 1.68 gram/cm³ ഇൻറ്റു വോളിയം ഓഫ് ദി എംപാക്ക്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2500 m³. അപ്പോൾ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റുകയാണ് kg/m³ 1.68 × 10⁻³ kg/m³ ഇൻറ്റു 2500 m³. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എത്രയാണ് വെയിറ്റ് ഓഫ് ദി ഡ്രൈ സോയിൽ കിട്ടും. എത്രയാണ് 2500 m³ വോളിയം ഓഫ് ദി എംപാക്ക്മെൻറ്റിന് വേണ്ടിയുള്ള വെയിറ്റ് ഓഫ് ദി ഡ്രൈ സോയിൽ നമുക്ക് കിട്ടും. അത് എത്രയാണ് 42 × 10⁵ kg എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതവിടെ വെച്ചിരിക്കുക. ഇനി ഈ വോളിയം അല്ലെങ്കിൽ ഈ വെയിറ്റിന് വേണ്ടിയ കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വോളിയം ഓഫ് സോയിലാണ് ബോറോ പിറ്റ് അല്ലെ ബോറോ ഏരിയ എയിൽ നിന്നും ബോറോ ഏരിയ ബിയിൽ നിന്നും നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. അപ്പോൾ ബോറോ പിറ്റ് എ അല്ലെ ബോറോ ഏരിയ എയിലെ ഡ്രൈ ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. റോ ഡി ഈസ് ഈക്വൽ ടു റോ ഡബ്ല്യു ഇൻറ്റു ജി ബൈ 1 + e. ഈ എ എന്ന് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ എ ബോറോ ഏരിയ എയിലേത് വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയാണ് എ എഴുതിയിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് ഇ എ ഇസ് ഈക്വൽ ടു 0.78 ആൻഡ് നമുക്കറിയാം റോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1 gram/cm³. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. റോ ഡബ്ല്യു 1 ഇൻറ്റു ജി നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.66 ഡിവൈഡ് ബൈ 1 + 0.78 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.494 gram/cm³ എന്ന് കിട്ടും. ഇതിനെ നമ്മൾ kg/m³ കൺവേർട്ട് ചെയ്താൽ ഇൻറ്റു 10⁻³ കൂടെ ചെയ്യണം. അപ്പം നെക്സ്റ്റ് വോളിയം ഓഫ് സോയിൽ ടു ബി എക്സ്കവേറ്റഡ് ഫ്രം ബോറോ പിറ്റ് എ അല്ലെ ബോറോ ഏരിയ എ, അതിനെ നമ്മൾ വി എ എന്ന് എഴുതിയാൽ വി എ ഇസ് ഈക്വൽ ടു വോളിയം ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ ഡെൻസിറ്റി. അപ്പോൾ വി എ ഇസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ വെയിറ്റ്, വോളിയം ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി എംപാക്ക്മെൻറ്റ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി. അപ്പം ഏത് സോയിലാണ് നമ്മളവിടെ ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ബോറോ ഏരിയ എയിലെ സോയിൽ ആയതുകൊണ്ട് ആ ഡെൻസിറ്റിയിലുള്ള സോയിൽ ഈ വെയിറ്റ് ഇത്രയും കറസ്പോണ്ടിങ് വെയിറ്റിലേക്കാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര വോളിയം വേണ്ടി വരും, അല്ലെങ്കിൽ എത്ര ഡെൻസിറ്റിയിൽ ഈ ഡെൻസിറ്റി ഓഫ് സോയിലിൽ നമ്മൾ ഫില്ല് ചെയ്തതിൽ എത്ര വോളിയം വേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വെയിറ്റ് നമുക്കറിയാം 42 × 10⁵ ഡിവൈഡ് ബൈ ഡെൻസിറ്റി അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ 2811.24 m³ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഈ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളോട് പറഞ്ഞേക്കുന്നത് കോസ്റ്റ് എത്രയാണെന്നും കൂടെ അനലൈസ് ചെയ്യണം. ഞാനിവിടെ കമ്പൈൻഡ് കോസ്റ്റാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പോൾ per m³ ആണ് എല്ലാത്തിനും. അതായത് കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ 36 per m³ ആണ് രണ്ട് ബോറോ ഏരിയയ്ക്കും, ബോറോ ഏരിയ എയ്ക്കും ബോറോ ഏരിയ ബിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അതിന് സെപ്പറേറ്റ് ആയിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ഫീസ് 33.
അപ്പോൾ 36 എന്ന് പറയുന്നത് എക്സ്കവേഷൻ പ്ലസ് 33 എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇൻറ്റു വോളിയം ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് കിട്ടുന്ന ₹1,93,975.56 റുപ്പീസാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ബോറോ ഏരിയ ബിക്കും ചെയ്യാം. ബോറോ പി ചില ബോറോ ഏരിയ ബിയുടെ ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ഡി ഇസിക്കൽ റോ ഡബ്ല്യു ഇൻറ്റു ജി ബൈ 1 പ്ലസ് ഇ ബി. ഇ ബി എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ ഓഫ് ബോറോ ഏരിയ എ സോയിലാണ്, ബോറോ ഏരിയ ബി സോയിലാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട് 0.69. അപ്പം 1 ഇൻറ്റു റോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ 1 gram per centimeter ക്യൂബ്. 1 ഇൻറ്റു 2.6 ഡിവൈഡ് ബൈ 1 പ്ലസ് 0.69 ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഡ്രൈ ഡെൻസിറ്റി ഓഫ് ബോറോ ഏരിയ ബിയിലെ സോയിലിൻ്റെ കിട്ടും. അത് 1.574 × 10⁻³ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഇനി അതേപോലെ വോളിയം എത്രയാണ് വേണ്ടത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വെയിറ്റ് ഓഫ് ദി എംപാക്ട്മെൻറ്റ് ഡിവൈഡ് ബൈ റോ ഡി ചെയ്യുമ്പോൾ നമുക്ക് 42 × 10⁵ ഡിവൈഡഡ് ബൈ നമുക്കിപ്പോൾ കണ്ടുപിടിച്ച ബോറോ ഏരിയ എയുടെ ഡെൻസിറ്റി ബോറോ ഏരിയ ബിയുടെ ഡെൻസിറ്റി 1.574 × 10⁻³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വോളിയം കിട്ടുന്നത് 2668.36 മീറ്റർ ക്യൂബാണ്. ഇനി ഇതിനകത്ത് ഞാൻ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് എക്സ്കവേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഒറ്റയടിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്താണ് വോളിയം ഇൻറ്റു ഇതെന്ന് 36 എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ എക്സ്കവേഷൻ കോസ്റ്റ് പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ₹1,94,790.34. ഇത് ബോറോ ഏരിയ എയുടെ റേറ്റിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പം ഏറ്റവും കുറവ് ഏതാണോ അതായിരിക്കും നമുക്ക് കൂടുതൽ എക്കണോമിക്കൽ. ദർഫോർ നമ്മൾ പ്രത്യേകം എഴുതണം ബോറോ പിറ്റ് ഈസ് മോർ എക്കണോമിക്കൽ, കാരണം ക്വസ്റ്റ്യനിൽ അത് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി മൊഡ്യൂൾ 1ൻ്റെ ഡിസംബർ 2019 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക. എൻ്റെ ഇനിയുമുള്ള അടുത്ത മൊഡ്യൂളുകൾക്കുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.